നീ എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമോ? അഞ്ജു ചോദിച്ചു. ഇല്ലടി. ഞാൻ ദേഷ്യത്തോടെ എപ്പോഴെങ്കിലും നിന്നോട് പെരുമാറിയിട്ടുണ്ടോ? ദീപു വെപ്രാളത്തോടെ ചോദിച്ചു. എനിക്ക് സംശയമുണ്ട്. ഞാനില്ല ഒന്നിനും. നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. അവൾ തിരിഞ്ഞു നടന്നു. ദീപു അഞ്ജുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു സമാധാനിപ്പിച്ചുകൊണ്ട്. ഹാവൂ, അവരെ തല്ലി പിരിച്ചപ്പോൾ എന്ത് സമാധാനം, ജെറി പറഞ്ഞു. ജ്വാല തലയ്ക്ക് കൈ കൊടുത്തു. ആ പെണ്ണിന് ധൈര്യമില്ലാഞ്ഞിട്ടാ. പോവാൻ പറ, പറഞ്ഞുകൊണ്ട് മേറി മുന്നോട്ട് നടന്നു. പിന്നീട് അവർ ക്ലാസ്സിലേക്ക് കയറി. വൈകുന്നേരം ജെറി ക്ലാസ് കഴിഞ്ഞു ഇറങ്ങിയതും മുന്നിൽ ദീപു. എൻ്റെ അഞ്ജുവിനെ ഞാൻ കുറേ പിന്നാലെ നടന്നു കഷ്ടപ്പെട്ട് വളച്ചെടുത്തതാ. അവൾ തെറ്റിപ്പോകാൻ കാരണം നീയാ. നീ തന്നെ ഞങ്ങളെ കൂട്ടിച്ചേർക്കണം. ഇല്ലെങ്കിൽ അവൻ ഭീഷണി മുഴക്കി തിരിഞ്ഞു നടന്നു. പിന്നെ എനിക്കതല്ലേ പണി, ജെറി നിസ്സാരമായി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. എന്താ പറഞ്ഞത്? അവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. അതെ ചേട്ടാ, ചേട്ടൻ്റെ ഗേൾഫ്രണ്ട് തെറ്റിപ്പോയത് ഞാൻ കാരണമല്ല. അത് ചേട്ടനിൽ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ആദ്യം വേണ്ടത് വിശ്വാസമാണ്. ഒരിക്കലും ഉപദ്രവിക്കില്ലെന്ന്, കൈവിടില്ലെന്ന്. ആദ്യം അത് പോയി ചെയ്യ്, ഓക്കെ? അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. ദീപു പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു തിരിച്ചു. പോകാൻ വരട്ടെ, അവൻ പറഞ്ഞു. ജെറി ഒരു നിമിഷം അവനെ നോക്കി നിന്നു. കൈവിട്, ശാന്തതയോടെ അവൾ പറഞ്ഞു. ഇല്ലെങ്കിൽ? ദീപു നെറ്റി ചുളിച്ചു. ജെറി ദീർഘമായി ഒന്ന് ശ്വാസം വലിച്ചു. അത് കണ്ടതും മേറി ഓടി വന്നു. പിന്നാലെ ജ്വാലയും. ജെറി വേണ്ട, മേറി പറഞ്ഞുകൊണ്ട് ദീപുവിൻ്റെ കൈ വിടുവിക്കാൻ നോക്കി. പക്ഷെ കഴിഞ്ഞില്ല. അവൻ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. ജെറിക്ക് കൈ വേദനിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ ദീപുവിൻ്റെ ഇടം കൈയിൽ പിടിച്ചു കൊണ്ട് മണിബന്ധത്തിൽ പ്രത്യേക രീതിയിൽ തള്ളവിരൽ അമർത്തി. അവൻ വേദന കൊണ്ട് പിടഞ്ഞു. ദീപു ജെറിയുടെ കയ്യിലെ പിടി വിട്ടിരുന്നു. ദേ ഇത്രയേ ഉള്ളൂ, അവൾ നിസ്സാരമായി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. കൂടെ മെറിയും ജ്വാലയും. ജ്വാല ഇരുവരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒക്കെ പറയാമെന്നേ, സമയമുണ്ടല്ലോ, ഇരുവരും ഒന്നിച്ചു പറഞ്ഞു. അവർ പാർക്കിൽ നിന്ന് വണ്ടിയെടുത്തു വീട്ടിലേക്ക് വിട്ടു. ഒരു ദിവസം സൂര്യനും ജ്വാലയും ഓഫീസിൽ നിന്നിറങ്ങി ഗേറ്റിൽ നിൽക്കുമ്പോൾ ആണ് അശ്വതിയെ കണ്ടത്. അവൾ ബാങ്കിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോകുകയായിരുന്നു. സൂര്യൻ അവളെ തന്നെ നോക്കി നിന്നു. അതു കണ്ട ജ്വാല സംശയത്തോടെ സൂര്യനെ നോക്കി. സൂര്യൻ അശ്വതിയെ ജ്വാലയ്ക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ജ്വാല സൂര്യനെയും കൂട്ടി അശ്വതിയുടെ അടുത്തേക്ക് പോയി പരിചയപ്പെടുത്തി. അതെ ചേച്ചി, എൻ്റെ ഏട്ടന് ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ്. അഡ്രസ്സ് തന്നാൽ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാം. അതിനു മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, ചേച്ചിക്ക് എൻ്റെ ഏട്ടനെ ഇഷ്ടമാണോ? അശ്വതി ആദ്യമൊന്ന് പകച്ചു. പിന്നെ ചമ്മലോടെ മുഖം താഴ്ത്തി. വേഗം പറ, ചേച്ചിയുടെ ബസ് പോകും. അശ്വതി മൂളി. എന്താ? ജ്വാല ചോദിച്ചു. ഇഷ്ടമാണ്, അശ്വതി മെല്ലെ പറഞ്ഞു. ജ്വാല സൂര്യനെ നോക്കി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. അതിനാ? ചേച്ചിയുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞേ. ജ്വാല തിടുക്കം കൂട്ടി. അശ്വതി അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ജ്വാല അത് മൊബൈൽ റെക്കോർഡ് ചെയ്തു. ഈ ആഴ്ച തന്നെ ഞങ്ങളെ വീട്ടിൽ പ്രതീക്ഷിച്ചോ, അശ്വതിയോട് പറഞ്ഞുകൊണ്ട് ജ്വാല സൂര്യനെയും കൂട്ടി തിരിഞ്ഞു നടന്നു. അവർ നേരെ കരാട്ടെ ക്ലാസ്സിലേക്കാണ് പോയത്. രാത്രി ജ്വാല പവിത്രനെ കണ്ട് കാര്യം പറഞ്ഞു. അഡ്രസ്സും കൊടുത്തു. പവിത്രൻ നേരെ മഹിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു. മഹി, നീ എത്രാമത്തെ വയസ്സിലാ എൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചത്? എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം? മഹി ചോദിച്ചു. നീ പറ. 29-ാം വയസ്സിൽ, മഹി പറഞ്ഞു. നിന്റെ മോന് ഇപ്പോൾ എത്ര വയസ്സായി? 30. സൂര്യൻ്റെ വിവാഹം നീ ഇപ്പോൾ നടത്തുന്നുണ്ടോ? പവിത്രൻ ചോദിച്ചു. നോക്കണം. എന്നാലേ നല്ലൊരു കൊച്ചിൻ്റെ ആലോചന വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പോയാലോ? കൊച്ചിനെ ഒന്ന് കാണാം, പവിത്രൻ പറഞ്ഞു. എന്ന്? മഹി ചോദിച്ചു. ഞായറാഴ്ച. പോകാം, മഹി സമ്മതിച്ചു. എന്തായി അങ്കിളെ? ജ്വാല പവിയോട് ചോദിച്ചു. സെറ്റ്, ഞായറാഴ്ച പെണ്ണ് കാണാൻ പോകാം, പവി പറഞ്ഞു. ജ്വാല തുള്ളിച്ചാടി സൂര്യൻ്റെ റൂമിലേക്ക് പാഞ്ഞു. ഏട്ടാ, ചെലവ് വേണം, കാശെട്. എന്തിന്? നിനക്ക് പോക്കറ്റ് മണി എല്ലാ മാസവും തരുന്നതല്ലേ, അത് ഇത്ര പെട്ടെന്ന് തീർന്നോ? സൂര്യൻ ചോദിച്ചു. അതൊന്നും അല്ല മോനെ, ഞായറാഴ്ച എൻ്റെ ഏടത്തിയമ്മയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ പോകുന്നതിന് അച്ഛൻ സമ്മതിച്ചു. സൂര്യന് ആദ്യമൊന്നും മനസ്സിലായില്ല. അവൻ പകച്ചു നിന്നു. ഏതേടത്തിയമ്മ? അവൻ ചോദിച്ചു.
അശ്വതി, ഏട്ടൻ്റെ അച്ചു, അവൾ വ്യക്തമാക്കി. സൂര്യൻ സന്തോഷം കൊണ്ട് ജ്വാലയെ ചേർത്ത് പിടിച്ചു. നെറ്റിയിൽ ഉമ്മ വെച്ചു. മുടിയിൽ തലോടി കൊണ്ട് പറഞ്ഞു, താങ്ക്സ് മോളെ. അപ്പോൾ ഞായറാഴ്ച പെണ്ണ് കാണാൻ പോകാൻ ഒരുങ്ങിക്കോ. ജ്വാല സൂര്യൻ്റെ വാലറ്റും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി. അവൻ അത് കാര്യമാക്കിയില്ല. പിന്നെ ഞായറാഴ്ച ആവാനുള്ള കാത്തിരിപ്പിലായിരുന്നു അവൻ. നമ്മുടെ ജെറിയെയും മെറിയെയും വളയ്ക്കാൻ ബോയ്സ് മത്സരമാണ്. നമ്മുടെ പിള്ളേർ താല്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞു. എന്നിട്ടും 2-3 പേർ പിന്നാലെയുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ ജെറിയും മെറിയും അടിച്ചു പൊളിച്ചു നടന്നു. കൂടാതെ ഇതിനോടകം തന്നെ ക്ലാസ് ടോപ്പർ ആണെന്ന് പേരും കിട്ടി.